നിങ്ങൾ വാർത്ത കണ്ടു കാണും. അതായത് ഹിൻഡൻബർഗ്, ഫോറൻസിക് റിസർച്ച് ടീം, കോർപ്പറേറ്റ് ഫ്രോഡ് ഇതൊക്കെ അന്വേഷിക്കുന്ന സംഭവമാണ്. 3-4 പേരേ ഉള്ളൂ. അവരുടെ ഓഫീസ് ന്യൂയോർക്ക് മാൻഹാറ്റനിൽ അടച്ചു, ട്രംപ് വരുന്നതിൻ്റെ ഭാഗമായിട്ട്. കാരണം ട്രംപ് ആക്ഷൻ എടുക്കുമെന്നറിയാം. കാരണം ഇയാൾ ഏറ്റവും കൂടുതൽ ശരിക്കും അടുത്ത കാലത്ത് ടാർഗറ്റ് ചെയ്ത് ഇന്ത്യൻ കമ്പനിക്കാർക്ക് തെറ്റായ വിവരം കൊടുത്തു അഡാനിക്കെതിരെ. അതായത് പിന്നീട് അത് അമേരിക്കയിൽ അന്വേഷിച്ചു. ഇയാൾ ഈ പറയുന്നതൊക്കെ ശരിയാണോ, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണോ, ഈ സംഭവം ഇയാൾ ഈ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം തള്ളിക്കളഞ്ഞു. രണ്ടാമത് ഇയാളുടെ പരിപാടിയാണ് ഇതേപോലെയുള്ള ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ ആരൊക്കെ സഹായിക്കുന്നുണ്ട്. അതായത് ബേസിക്കലി ഇയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പണം വാങ്ങിയിട്ട് മോഡിയെ, അതായത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപുമായിട്ട് ടോക്സ് ഉണ്ടായിട്ടുണ്ട്, ടെലിഫോണിക് കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പറയുന്ന ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ ആളിനെ, ആ ഓർഗനൈസേഷനെയും നിലയ്ക്ക് നിർത്തണം. 100% ട്രംപ് വന്നു കഴിയുമ്പോൾ അതിനെപ്പറ്റി അന്വേഷണം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം വളരെ മോശമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെപ്പറ്റി, അതേപോലെ അഡാനിയായ കമ്പനിയെ ചുറ്റിപ്പറ്റി വലിയ കോർപ്പറേറ്റ് ഫ്രോഡ്, ഫേക്ക് സ്റ്റോറികൾ അടിച്ചുണ്ടാക്കിയത്. അത് ഇന്ത്യൻ മീഡിയ അല്ല, ഗ്ലോബൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നേരത്തെ അയാൾക്ക് മനസ്സിലായ അയാളെ അടച്ചു പൂട്ടു, ആക്ഷൻ എടുക്കുക. അതിൻ്റെ പേരിലാണ് ഈ കമ്പനി ട്രംപ് വരുന്നതിന് മുമ്പ് അടച്ചത്. ഈ ഫേസ്ബുക്കിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. എന്തിനാണ് ഫേസ്ബുക്ക് പെട്ടെന്ന് സൂക്കർബർഗ് പെട്ടെന്ന് അവരുടെ പോളിസി ചേഞ്ച് ചെയ്തു? അതായത് ഈ പോളിസി ചേഞ്ച് ചെയ്യണമെന്ന് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഒരു വലിയ പ്രശ്നമൊന്നുമില്ലാതെ പറഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും സൂക്കർബർഗ് അവരുടെ ഫാക്ട് ചെക്കിംഗ് ടീമിനെ, അയാളുടെ പോളിസി, അതായത് തേർഡ് പാർട്ടി ആയിരിക്കും ഇതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്യുന്നത്, അതിന് പ്രകാരം പുള്ളി അത് അനങ്ങാൻ കൂട്ടാക്കി. അതിൻ്റെ പേരിൽ ട്രംപിനെതിരെ വ്യാപകമായ സോഷ്യൽ മീഡിയ ആക്രമണം ഉണ്ടായി. അതേപോലെ ലെഫ്റ്റ് ലിബറൽ എന്ന് പറഞ്ഞ ആൾക്കാർക്കാണ്, അവർക്ക് ഈ ഫേസ്ബുക്ക് പണവും കൊടുക്കും, ചില ആൾക്കാർ വോളണ്ടിയറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയാണ് ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നത്. ഇവർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത്, അപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം, അതിനെപ്പറ്റി പല അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഫാക്ട് ചെക്കിംഗ് ടീം എന്ന് പറയുന്നത് അമേരിക്കയിൽ പല യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരും അതേപോലെ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക മത തീവ്രവാദത്തെ അനുകൂലിക്കുന്നവരുമാണ്. ഇതൊക്കെ റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുള്ള കാര്യം. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ആൻറ്റി ജൂഷ്, ആൻറ്റി സെമറ്റിക്, അതിനെ ഭയങ്കരമായിട്ട് ഫേസ്ബുക്കും അവരുടെയാണ് വാട്സപ്പ്, ഇൻസ്റ്റയും, അത് ഭയങ്കരമായിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കുണ്ടായ സംഭവം പറയാം. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വലിയ രീതിയിൽ അത് വലിയ സംഘർഷവും കലാപവും ആ രീതിയിലായി മാറി. പല യൂണിവേഴ്സിറ്റി, പല പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലും തെറ്റായ രീതിയിലുള്ള പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇതേപോലെ ആൻറ്റി സെമസ്റ്റിക് ആണെങ്കിലും ഇസ്ലാമിക ടെററിസത്തിന് അനുകൂലമായ പലതും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടെ, അതായത് ഇത് വാട്സപ്പ് ഈ ചാനൽ പോലെയുണ്ട്, അതിനകത്തൂടെയും തെറ്റായ പല വാർത്തകളും അവർ ഉണ്ടാക്കിയെടുത്ത്, പലരും ഉണ്ടാക്കിയെടുത്ത്, ഇത് തേർഡ് പാർട്ടി സോഴ്സിൽ ചെക്ക് ചെയ്യേണ്ട സംഭവം അവരും ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇസ്രായേൽ ഗാസ വാറുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ ഇവർ കൊടുത്ത തെറ്റായ വാർത്തകളായിരുന്നു. കുട്ടികളെ കൊല്ലുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവിടെ ജനസൈഡുണ്ട്. ഈ സംഭവങ്ങൾ മുഴുവനും വാട്സപ്പിൽ കൂടെ, ഫേസ്ബുക്കിൽ കൂടെയാണ് ലോകം മുഴുവൻ തെറ്റായ വാർത്ത പോയത്. അത് ഏറ്റുപിടിച്ച കേരളത്തിലെ സുഡാപ്പികളുമുണ്ട്. അതായത് ഈ ഇസ്രായേൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ അമേരിക്കൻ ഗവൺമെൻറ് ഈ ഇസ്രായേലിന് കൊടുക്കേണ്ട വെപ്പൺസ് വരെ ഫ്രീസ് ചെയ്തു പല സന്ദർഭങ്ങളിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൻ്റെ ഭാവി എങ്ങോട്ടാകുമെന്നൊരു രീതി വന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഫേസ്ബുക്കിൻ്റെ സ്റ്റോക്കിൽ 4.5% ഇടിവാണ് ഉണ്ടായത്. കാരണം ട്രംപ് ആക്ഷൻ എടുക്കുന്നുള്ള ധാരണ. പിന്നെ ട്രംപിനെ പറ്റി ഏറ്റവും മോശമായ വാർത്തകളും തെറ്റായ വാർത്തകളും ഫേക്ക് വാർത്തകളും ഫേസ്ബുക്ക് അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യിപ്പിച്ചു. ഈ പറയുന്ന തേർഡ് പാർട്ടി സോഴ്സ്, അവരുടെ ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു ലെഫ്റ്റ് ലിബറൽസും അതേപോലെ ഇസ്ലാമിക ടെറർ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ബുദ്ധിജീവികളെ പോലെ ആൾക്കാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർക്കാരാണ് പിന്നീട് അഡീഷണൽ ഫണ്ട് കൊടുത്തത്. അതും നേരത്തെ വാർത്ത ഉണ്ടായിരുന്നു.
അത് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ റെഡ് ക്രസൻറ്റ് എന്നും പറഞ്ഞ ഓർഗനൈസേഷനാണ്. അവർക്കും പല രാജ്യത്തിരുന്നുകൊണ്ട് ഇതൊരു ഫാക്ട് ചെക്കിങ് ടീമിന് വേണ്ടി പണം കൊടുത്തത് അലിഗേഷൻസും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിലാണ് പെട്ടെന്ന് മെറ്റ കയറി വരികയും ട്രംപിനെ കാണുകയും അവർ $1 മില്യൺ ട്രംപിൻ്റെ ഇനാഗുറൽ പരിപാടിക്ക് കൊടുക്കാനും വേണ്ടി തീരുമാനിച്ചു. സെയിമായിട്ട് അപ്പം ട്രംപ് പെട്ടെന്ന് ഫേസ്ബുക്കിൻ്റെ സൂക്കർബർഗ് അവരുടെ പോളിസി അങ്ങ് ചേഞ്ച് ചെയ്തു. അതായത് തേർഡ് പാർട്ടി ഫാക്ട് ചെക്കിങ്ങിന് മാറ്റിയിട്ട് ഫേസ്ബുക്ക് നേരിട്ട് ഫാക്ട് ചെക്കിങ്ങിലോട്ട് പോകാൻ പോവുകയാണ്. ഇവിടെ മനസ്സിലാക്കുന്നത് ട്വിറ്ററിലാണെങ്കിൽ തേർഡ് പാർട്ടി ചെക്കിംഗ് ആണ്. പക്ഷേ അതിനകത്ത് ഒരിക്കലും ലെഫ്റ്റ് ലിബറൽസിനെയോ അതേപോലെ ഈ ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വെച്ചിട്ടില്ല. വളരെ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ആൾക്കാരെ. പക്ഷേ അതിനകത്ത് തെറ്റായ രീതിയിലുള്ള സംഭവങ്ങൾ വരുവാണെങ്കിൽ അത് അപ്പോഴേ എടുത്ത് കളയുകയും ചെയ്യും. ഇത് ലെഫ്റ്റ് ഇതും അതേപോലെ ഇസ്ലാമിക് ടെറർ ആക്ടിവിറ്റീസിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു. അതൊക്കെ അതിൻ്റെ പോളിസിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ മുഴുവനെ എയർ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇവിടെ സൂക്കർബർഗിന് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ട്രംപിൻ്റെ വലിയ ശത്രുവായിട്ട് സൂക്കർബർഗ് മാറുകയും ചെയ്തു. അപ്പം അതുകൊണ്ടാണ് സൂക്കർബർഗ് പെട്ടെന്ന് ട്രംപിൻ്റെ കാലെ പിടിച്ച് മാറ്റം ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് കാരണം കാലെ പിടിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അയാളും ട്രംപിൻ്റെ അടിമയാകാൻ പോവുകയാണ്. അതേപോലെ വേറെ കാര്യം ഇത് പ്രധാനപ്പെട്ടത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇവിടെയുള്ള മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഈ ഹിൻഡൻബർഗ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ട്രംപും ഇത്ര ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരുമെന്ന്. ഇവരുടെയൊക്കെ ധാരണ കമല ഹാരിസ് വരും, കുഴപ്പമൊന്നുമില്ല, പഴയ പോലെ അങ്ങ് പോകും. പക്ഷെ ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവർക്ക് ശരിക്കും അടി കിട്ടി. അവിടുത്തെ മീഡിയ പറഞ്ഞത് മുഴുവനും തെറ്റായിരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ ഒന്നും വിടത്തില്ല. ഇതിൻ്റെ പേരിലാണ് പ്രധാനപ്പെട്ട ചില ടെക് കമ്പനി ഇൻക്ലൂഡിങ് മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഈ ഗൂഗിളിനെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. കാരണം ഗൂഗിളിനെ ആക്ഷൻ പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ് ഗൂഗിള്. പക്ഷേ ഗൂഗിളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ട്രംപിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിൻ അത് മാറ്റിയെടുത്തു. അപ്പോൾ ഗൂഗിൾ പറയുന്നത് അതും തേർഡ് പാർട്ടി മുഖാന്തരമാണ് ചെയ്തത്. അതിനും അതിന് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അവർ നേരിട്ടത് അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതുപോലെ ഗൂഗിളും തന്നെ ഏകദേശം $1 മില്യൺ ട്രംപിൻ്റെ ഇനാഗുറൽ ചടങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ഇതേപോലെ തന്നെയായിരുന്നു. പല രീതിയിലുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു. ട്രംപ് ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ട്രംപിനെ പറ്റി അവിടെയുള്ള ഇസ്ലാമിക ഈ യൂണിവേഴ്സിറ്റി നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഇവരെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരിൽ അവരും ക്ഷമ ചോദിച്ചിട്ട് ഏകദേശം $1 മില്യൺ ട്രംപിൻ്റെ ഇനാഗ്രേഷന് കൊടുക്കുകയാണ്. ഈ ടിക്ടോക്കിൻ്റെ കാര്യത്തിലോട്ട് വരാം. അത് വളരെ സീരിയസ് ആണ്. ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന കമ്പനി ഈ ഇലോൺ മസ്കിന് വിറ്റില്ല എങ്കിൽ 2020 അത് മൈക്രോസോഫ്റ്റ് എടുക്കുന്ന രീതിയിലോട്ട് പോയത്. പിന്നീട് ആ ഡീൽ നടന്നില്ല. ഇപ്പം ഇലോൺ മസ്കിന് ടിക്ടോക്ക് കൊടുത്തില്ല എങ്കിൽ, കാരണം ഇത് കംപ്ലീറ്റ് ചൈനീസ് കമ്പനിയാണ്, അതായത് ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ബാൻ ചെയ്യും. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞു പോസ് ചെയ്യാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്ത് ഞാൻ അധികാരത്തിൽ ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ടിക്ടോക്ക് അമേരിക്കയിലോട്ട് അതിൻ്റെ പൂർണ്ണ ഓപ്പറേഷൻ മാറുകയും അതേപോലെ തന്നെ ഗൂഗിളിലും ഫേസ്ബുക്കിനും അമേരിക്കയിലെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും ചൈനയിൽ പ്രവർത്തിക്കാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കണം. കാരണം ഈ ഫേസ്ബുക്ക് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ചൈനയിൽ അവരെ ബാൻ ചെയ്തിരിക്കുകയാണ്. അവിടെയുള്ളവർ പലരും VPN ഉപയോഗിച്ചിട്ടാണ് ഇത് ആക്റ്റീവ്. പക്ഷേ അതും പലയിടത്തും ബാൻ ചെയ്തിരിക്കുക. അപ്പം ഈ പറയുന്ന പല ടെക് കമ്പനികളും ഈ ട്രംപ് വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് കൂടിയപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഫേസ്ബുക്ക് ആണെങ്കിലും ഈ പറയുന്ന പല കമ്പനികളാണ് അവർക്ക് ശരിക്കും അടി കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ട്രംപിൻ്റെ കാലെ പിടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് സൂക്കർബർഗ് ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ഈ ഗൂഗിൾ ആണെങ്കിലും ശ്രമിക്കുക. ഏതായാലും ട്രംപ് ഇവരെ ഒന്നും ബാൻ ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവർ ഒതുക്കി നിർത്തും. കാരണം ഏറ്റവും മോശമായ രീതിയിൽ അമേരിക്ക താഴ്ത്തിക്കെട്ടാനും ഇസ്ലാമിക ടെററിസത്തിന് അനുകൂലമായിട്ട് നിൽക്കാനും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിലെ വാട്സപ്പ് പ്ലാറ്റ്ഫോമുകളും പല ആവർത്തി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഗൂഗിളുമായിട്ട് ഈ ബന്ധപ്പെട്ട് ഈ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ്റും ഈ ഫേസ്ബുക്കിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് മോദി ഗവൺമെൻറ്. കാരണം ഇവിടെ പല ഹെയ്റ്റ് സ്പീച്ച് ആണെങ്കിലും മോദിക്കെതിരെ പല പ്രചരണമാണെങ്കിലും തെറ്റായ ഫേക്ക് പ്രചരണമാണെങ്കിലും ഇസ്ലാമിക് എക്സ്ട്രീമിസത്തിന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഫേസ്ബുക്ക് നിന്നുകൊടുത്തു. അപ്പോൾ അതിനെതിരെയുള്ള സംഭവങ്ങൾ മോദി നേരത്തെ കംപ്ലയിൻറ്റ് ചെയ്ത് ഇന്ത്യ ഗവൺമെൻറ് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. ചിലപ്പോൾ ഇതിനൊക്കെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് ട്രംപ് അധികാരത്തിൽ വന്നാൽ.